ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി പോക്കിമോൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ട്. ഇനി മുതൽ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോക്കിമോൻ്റെ എക്സ്പ്ലനേഷൻ വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 37ാമത്തെ എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹീറോസ് ഇപ്പോൾ മനോഹരമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ മുന്നിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവിടെ ഇടിയും മഴയും വരിക. അങ്ങനെ ഇവർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു മാൻഷൻ കാണുക. ഇവർ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തേക്ക് ഓടിപ്പോകും. അങ്ങനെയാണ് എപ്പിസോഡിൻ്റെ പേര് എഴുതി കാണിക്കുന്നത്, ഡിറ്റോസ് മിസ്റ്റീരിയസ് മാൻഷൻ. അങ്ങനെ ഇവർ അകത്തെത്തി നോക്കുമ്പോൾ മൊത്തമായി ഇരുട്ട് മാത്രം. ഇവിടെ കണ്ടിട്ട് ആരുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് മഴ തോരുന്നത് വരെ ഇവിടെ നിൽക്കാം. പെട്ടെന്നാണ് അവിടെ പീക്കാച്ചിനെ പോലെയല്ലേ വേറെ പീക്കാച്ചിനെ കാണുക. മിസ്റ്റി ആണെങ്കിൽ അതിനെടുത്ത് നോക്കും. എന്നാൽ അതിൻ്റെ കണ്ണാണെങ്കിൽ സാധാരണ പീക്കാച്ചുവിൻ്റെ കണ്ണ് പോലെയല്ല. ബ്രോക്ക് പറയും ഇതൊരു പ്രത്യേക തരമില്ല പീക്കാച്ചു ആണെന്ന് തോന്നുന്നു. ഇന്നലെ ആശനാണെങ്കിൽ ഈ പീക്കാച്ചിനും പിടിക്കേണ്ടി വരും. ആശിന്റെ പീക്കാച്ചു ആണെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് പീക്കാച്ചിന്റെ മേലേക്ക് ഷോക്ക് അടിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. ആശാണെങ്കിൽ പോക്കിബോൾ എടുത്തെറിയും. അപ്പോഴാണ് പെട്ടെന്ന് വേറെ പോക്കിബോൾ നിന്ന് അത് തട്ടുക. അതാണെങ്കിൽ ആശിനെ പോലെ ഡ്രസ് ചെയ്ത ഒരാളായിരുന്നു. അതാണെങ്കിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി ആശിനെ ഇമിറ്റേറ്റ് ചെയ്തതാണ്. ഡ്യൂപ്ലിക്കേറ്റ് പീക്കാച്ചിനോട് പറയും, നിന്റെ പഴയ പ്രശ്നം ഇപ്പോഴും ശരിയായിട്ടില്ലേ. പെട്ടെന്നാണ് ആ പോക്കിമോൺ അതിന്റെ ഒറിജിനൽ ഫോമിലേക്ക് വരിക. പോക്കിടെക്സ് പറയും ഇതാണ് ഡിറ്റോ. ഇതിനാണെങ്കിൽ ഏതൊരു പോക്കിമോനെ പോലെയും മാറാനുള്ള കഴിവുണ്ട്. ഇതിനാണെങ്കിൽ ഒരു അറ്റാക്ക് മാത്രമേ ഉള്ളൂ, ഏതൊരു സാധനമായി മാറാനുള്ള കഴിവ്. അതൊരു പൊളി അറ്റാക്ക് തന്നെയാണല്ലോ. ഏതൊരു രൂപവും ഏതൊരു സാധനവുമായി മാറാൻ കഴിയുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇതിന്റെ കണ്ണൊന്നും ആ രൂപത്തിനെ പോലെ ആകുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. അതെ, അതൊരു പ്രശ്നമാണ്. അതിൻ്റെ കണ്ണുകളും അതിൻ്റെ മുഖവും മാറാത്തത്. പക്ഷേ ഡിറ്റോയെ പോലെ രൂപവും എന്തുമായി മാറാൻ കഴിയുന്ന ഒരു പോക്കിമോനല്ലേ ഉള്ളൂ. വേറെ ഉണ്ടോ എനിക്കറിയില്ല. ഇല്ല, അത് ഡിറ്റോ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ പോക്കിമോൻ ഒരു അറ്റാക്ക് മാത്രമേ ഉള്ളൂ. വേറെ അറ്റാക്കും നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അത് കുറച്ച് ബോറിംഗ് ആയൊരു പരിപാടിയാണ്. അത് ബോറിംഗ് ആണെന്നാണ് നീ വിചാരിക്കുന്നത്. ഡിറ്റോൻ്റെ യഥാർത്ഥ പവർ എന്താ നിങ്ങളിപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനെ ഈ ആദ്യം നിനക്ക് മനസ്സിലാക്കി തരാം ഒരു പോക്കിമോൻ ബാറ്റിലൂടെ എന്ന് പറയും. ആശാണെങ്കിൽ ബൾബസറിനെ ചൂസ് ചെയ്യും. ഡിറ്റോ ആണെങ്കിൽ ബൾബസറായി മാറും. ബൾബസർ ആണെങ്കിൽ ലേസർ ലീഫ് അറ്റാക്ക് യൂസ് ചെയ്യും. എന്നാൽ ഇപ്പുറത്താണെങ്കിൽ ബൾബസറിന്റെ അറ്റാക്കായ വൈൻ ബീപ്പ് യൂസ് ചെയ്യും. ഇങ്ങനെ ബൾബസറിന് തിരിച്ച് അറ്റാക്ക് കിട്ടുന്ന കണ്ട് ആശും കൂട്ടുകാരും നെട്ടും. വൈൻ ബീപ്പ് യൂസ് ചെയ്ത ആശിന്റെ ബൾബസറിനാണ്ട് പൂട്ടും അത്. ഓക്കെ എല്ലാം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞതെല്ലാം നിന്റെ പോക്കിമോൻ ബെസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞ് ആശ പിന്മാറും. പിന്നെയാണെങ്കിൽ ആ പെൺകുട്ടീൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് കാട്ടിക്കൊടുക്കും. പല ആളായി രൂപം മാറാൻ കഴിയുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട് അവിടെ. ഡ്രസ്സുകൾ മാത്രമല്ല അതേപോലെ മുടികളും ഒക്കെ ഉണ്ട് അവിടെ. ആശാണെങ്കിൽ മാറി നിന്ന് ചിന്തിക്കുകയാണ്, എങ്ങനെ എൻ്റെ ബൾബസർ തോറ്റുപോയി, അതും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബൾബസറിനോട്. ആഷ്, നീ ഇങ്ങനെ മൂഡ് ഔട്ടായിരിക്കല്ലേ. ഡിറ്റോൻ്റെ പവർ നമ്മൾ വിചാരിക്കുന്നതിലും മുകളിലാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ. എനിക്ക് ഈ കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബൾബസർ വന്ന് എൻ്റെ യഥാർത്ഥ ബൾബസറിനെ തോൽപ്പിച്ചു എന്ന്. അങ്ങനെയാണ് നീ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബുദ്ധിയെക്കുറിച്ചും ചിന്തിക്കണം. കാരണം ബൾബസറിൻ്റെ യഥാർത്ഥ നിന്നോട് വിജയിക്കാൻ സാധ്യതയില്ല പവേഴ്സിനെ കുറിച്ച് മുമ്പേ അറിയാം. അതൊക്കെ ചെറിയ കാര്യമല്ല. അവൾക്ക് ഡിറ്റോ ഏത് പോക്കിമോൻ്റെ ഫോം ചെയ്താലും അതിൻ്റെ അറ്റാക്സ് ഒക്കെ അറിയാം. ഡ്യൂപ്ലിക്ക, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നീ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ പഠിച്ചതല്ലേ. ആഷ്, ഡ്യൂപ്ലിക്ക നിനക്ക് പറ്റിയ നല്ലൊരു എതിരാളിയാണ്. നിനക്ക് അടുത്തൊരു എതിരാളിയെ കൂടിയും കിട്ടി. ഡ്യൂപ്ലിക്ക നല്ലൊരു പോക്കിമോൻ മാസ്റ്ററാണ് ആഷ് എന്ന് പറയും മിസ്റ്റി. ഒരിക്കലുമില്ല. എൻ്റെ ആഗ്രഹം നല്ലൊരു ഡിറ്റോ പോക്കിമോൻ മാസ്റ്റർ ആവുകയെന്നാണ്. എന്നിട്ട് വേണം എനിക്ക് നല്ലൊരു സ്റ്റാറായി മാറാൻ. ഇവിടെയാണെങ്കിൽ ഒരു ഇമിറ്റേഷൻ ഷോ നടത്താറുണ്ടായിരുന്നു ഡ്യൂപ്ലിക്ക ഓരോ പോക്കിമോൺസായി ട്രാൻസ്ഫോം ആകുമ്പോൾ എല്ലാവരും ചിരിക്കും. പക്ഷെ പണിപ്പാളിയത് ഡിറ്റോൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഓരോ പോക്കിമോനെ പോലെ രൂപമാകുമ്പോൾ ഡിറ്റോൻ്റെ ഈ കണ്ണും ഈ മുഖവും ഒന്നും മാറുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ആഷിനോട് കൂട്ടുകാരോടും പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ടീം റോക്കറ്റിൻ്റെ എൻട്രി. ഓക്കെ, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. എടാ പീക്കറി ചെറുക്ക, നിന്റെ പീക്കേഴ്സിന് വേണ്ടിയല്ല ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. മിയാത്തുണി ചാടി വന്ന് ഡിറ്റോനെ പിടിക്കും. അങ്ങനെ ഡിറ്റോനെ പിടിച്ചുകൊണ്ട് പോകും ടീം റോക്കറ്റ് അവിടുന്ന്. ടീം റോക്കറ്റ് ആണെങ്കിൽ മിനിയുന്ന പോക്കിമോൻ്റെ ഫോട്ടോ ഇട്ട് കാണിച്ചു കൊടുക്കും ഒരു ബുക്കിലില്ലേ ഇതുപോലെ ആകാൻ വേണ്ടി. അപ്പോൾ അത് ഒരു പുസ്തകമായി മാറും. ആശും കൂട്ടുകാരും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരിക്കും. ഡിറ്റോ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊക്കെ. അപ്പോഴായിരിക്കും അവർ കണ്ടുപിടിക്കാൻ അയച്ച് പോക്കിമോൻസ് തിരിച്ചു വരിക. പിജിയോട്ടയും സൂബാറ്റും എന്ന് പറയും, ഡിറ്റോയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവർ അങ്ങോട്ട് പോകാൻ റെഡിയാകും. ഡ്യൂപ്ലിക്ക പറയും എൻ്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് എന്ന്. പിന്നെ കാണിക്കുന്നത് ടീം റോക്കറ്റിനെയാണ്. ടീം റോക്കറ്റിൻ്റെ അവിടെ ഡിറ്റോ മിയാവുത്തയും ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. മിയാവുത്ത് പറയും ഇങ്ങനത്തെ മുഖമൊന്നുമല്ല എൻ്റെത് മതിയായിരിക്കലും മുഖമാണ്, അതുപോലെ ആക്കിക്കോ എന്ന്. അങ്ങനെ പറഞ്ഞ് ഡിറ്റോയെ പേടിപ്പിക്കും. അങ്ങനെ അവസാനം ഡിറ്റോ കണ്ണും മുഖവും ഒക്കെ മിയാവുത്തിനെ പോലെയാക്കി മാറ്റും. പെട്ടെന്നാണ് അങ്ങോട്ട് ടീം റോക്കറ്റിനെ പോലെ വേഷം കെട്ടി ആശും കൂട്ടുകാരും വരിക.
ആശം കൂട്ടുകാരങ്ങി ഡിറ്റോൻ്റെ രൂപം കണ്ട് നിന്നിട്ടും ടീം റോക്കറ്റ് പറയും ഡിറ്റോയെ കിട്ടൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഡിറ്റോൻ്റെ യഥാർത്ഥ പവർ കാണിച്ചു. ഓ അതിനൊരുപാട് നന്ദിയുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഡിറ്റോൻ്റെ ഈ ഫേസ് ഒന്ന് റെഡിയാകാൻ വേണ്ടി, നിങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. ഡ്യൂപ്ലിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് ടീം റോക്കറ്റിനെ മനസ്സിലായും. അങ്ങനെ ടീം റോക്കറ്റ് ഡിറ്റോയെ തിരിച്ചേൽപ്പിക്കും. അവർ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കയ്യിൽ മിയാവുത്തിനെ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് മിയാവുത്തിനെയും കൊണ്ടുപോകും. ഡ്യൂപ്ലിക്കാണെങ്കിൽ മിയാവുത്തിനെ എടുത്ത് അവരുടെ അടുത്തേക്ക് തന്നെ എറിയും. ഡിറ്റോ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഡിറ്റോയും പിക്കാച്ചുകൂടെയും ചേർന്ന് ടീം റോക്കറ്റിനെ ഡിഫീറ്റ് ചെയ്യും. ഇപ്പോൾ ഡിറ്റോ ഏതൊരു പോക്കിമോൻ ആവാനും പെർഫെക്റ്റായി പഠിച്ചു കഴിഞ്ഞു. അവസാനം ഇമിറ്റേറ്റിംഗ് ഹൗസ് തിരിച്ച് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു കണ്ടാണ് പോക്കിമോൻ്റെ ഈ 37ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം ടീം റോക്കറ്റിനെ കൂടിയും കാണിക്കുന്നുണ്ട്. ഇതിലും ഇനി അങ്ങോട്ട് എപ്പിസോഡ്സൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും വരിക.